നോമാഡ് മെമ്മോസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര പറമ്പിക്കുളം ടൈഗർ റിസർവിലേക്കാണ്. ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് ഉള്ളത് പാലക്കാട് ജില്ലയിലാണ്. ഈ പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലാണ് ഉള്ളതെങ്കിലും തമിഴ്നാട് കയറിയാൽ മാത്രമേ നമുക്കിവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. തമിഴ്നാട്ടിലെ ആനമലൈ ടൈഗർ റിസർവിൽ കൂടി കയറി വേണം നമുക്ക് പറമ്പിക്കുളം ടൈഗർ റിസർവിൽ എത്താൻ. ഈ കാണുന്നതാണ് ആനമല ടൈഗർ റിസർവിന്റെ എൻട്രി. ഇവിടെ നിന്നും നമുക്ക് ടിക്കറ്റ് എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അകത്തോട്ട് കയറി പോകാൻ പറ്റുള്ളൂ. ഈ ചെക്ക് പോസ്റ്റ് കഴിയുമ്പോൾ തന്നെ നമ്മൾ വനത്തിലോട്ട് കയറുകയാണ്. ഇത് കണ്ടോ, ഇതൊരു അമ്പലമാണേ. ടെൻഡർ നീഷെ എന്ന് പറയുന്ന ഒരു അക്കോമഡേഷനാണ് നമ്മൾ പറമ്പിക്കുളത്ത് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ പാക്കേജിനകത്ത് നമുക്ക് 3 നേരത്തുള്ള ഫുഡും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ടൊരു സഫാരിയും ഉണ്ട്. രാവിലെ ഒരു ട്രെക്കിങ്ങും ഉണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്കാണ് നമ്മൾ ചെക്ക് ഇൻ ചെയ്യേണ്ടത്. അടുത്ത ദിവസം രാവിലെ 10 വരെ നമുക്ക് അവിടെ താമസിക്കാം. അങ്ങനെ നമ്മൾ വീണ്ടും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി. ഇതാണ് പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ എൻട്രി. ഇവിടെ നിന്ന് വീണ്ടും കേരളം തന്നെയാണുള്ളത്. പറമ്പിക്കുളം ടൈഗർ റിസർവ് കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു വന്യജീവി സങ്കേതമാണ്. പറമ്പിക്കുളം ടൈഗർ റിസർവ് പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായുള്ള അതിസമ്പന്നമായ ജൈവ വൈവിധ്യ മേഖലയാണ്. നമ്മൾ വരുന്ന വഴിക്ക് ആദ്യത്തെ സൈറ്റിംഗ് ആയിട്ട് നമുക്കൊരു കാട്ടുപോത്തിനെ തന്നെയാണ് കിട്ടിയേക്കുന്നത്. അങ്ങനെ നമ്മൾ പറമ്പിക്കുളത്ത് നമ്മൾ ബുക്ക് ചെയ്തിരുന്ന ടെൻഡർ നീഷെ എന്ന അക്കോമഡേഷനിൽ എത്തി. നമ്മൾ ഏകദേശം 1 മണിയോട് കൂടി ഇവിടെ എത്തിച്ചേർന്നു. അപ്പോഴത്തേക്ക് ഇവിടെ ലഞ്ചൊക്കെ റെഡി ആയിരുന്നു. ഇവിടെ ഏകദേശം 12ഓളം ടെന്റുകളുണ്ട്. ഈ സ്ഥലം കാണുമ്പോൾ പത്തനംതിട്ട ജില്ലയിലെ ഗവിയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് വനസംരക്ഷണത്തിനും തേക്കിന്റെ കൃഷിക്കുമായിട്ടാണ് ഈ പ്രദേശം പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 2:30 ആയപ്പോൾ തന്നെ സഫാരിക്കായിട്ടുള്ള വണ്ടി വന്നു. ഉച്ചയ്ക്ക് 2:30 തുടങ്ങുന്ന സഫാരി തീരുമ്പോൾ ഏകദേശം രാത്രി 8:30 ആകും. ആദ്യം നമ്മൾ പോകുന്നത് തൂണക്കടവ് ഡാം കാണാനാണ്. ഈ യാത്രയില് കൊതി തീരുവോളം നമുക്ക് മയിലുകളെ കാണാൻ സാധിക്കും. ഏകദേശം 500 വർഷത്തിലേറെ പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ കണ്ണിമരത്തേക്ക് പ്രകൃതിയുടെ ഒരു അത്ഭുത ശില്പം തന്നെയാണ്. ഇതിന്റെ വേരുകളും മണ്ണിൽ മാത്രമല്ല, ചരിത്രത്തിനുള്ളിലും ആഴത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. ഈ യാത്രയില് കൊതി തീരുവോളം നമുക്ക് മയിലുകളെ കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് തൂണക്കടവ് ഡാം വ്യൂ പോയിന്റ്. ഇതാണ് വാലി വ്യൂ പോയിന്റ്.
ഇപ്പൊ ഏകദേശം ഒരു മഴക്കോളുള്ളത് കൊണ്ട് നമുക്ക് മലകളൊന്നും അത്ര നന്നായിട്ട് കാണാൻ സാധിക്കില്ല. പക്ഷെ അല്ലാത്തപ്പോ നല്ല ക്ലൈമറ്റ് ഉള്ളപ്പോ നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. ഈ യാത്രക്കിടയിൽ നമ്മൾ അടുത്തതായി പോകുന്നത് ബാംബു റാഫ്റ്റിങ്ങിനാണ്. ഈ ശാന്തമായ തീരത്തിരുന്നാണ് നമ്മളുടെ 4 മണിക്കത്തെ ടീയും സ്നാക്സും നമ്മൾ കഴിച്ചത്. പറമ്പിക്കുളത്തിന്റെ ശാന്തമായ ജലാശയങ്ങളിലൂടെ മുള കൊണ്ട് നിർമ്മിച്ചൊരു ചങ്ങാടത്തില് പ്രകൃതിയോട് ചേർന്നൊഴുകുന്ന ഒരു അനുഭവമാണ് ഈ ബാംബു റാഫ്റ്റിംഗ്. എഞ്ചിന്റെ ശബ്ദമില്ല, തിരക്കില്ല, കാറ്റിന്റെ സ്പർശനവും വെള്ളത്തിന്റെ അലകളും മാത്രം കൂടെയുള്ള ഒരു യാത്ര. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് പറമ്പിക്കുളം സർക്കിളിലേക്കാണ്. നമ്മളിത് ഇവിടെ എത്തിയിരിക്കുന്നത് ട്രൈബൽ ഡാൻസ് കാണാനായിട്ടാണ്. ഈ കാണുന്ന ഓപ്പൺ സ്റ്റേജിൽ വെച്ചാണ് സാധാരണയായി ട്രൈബൽ ഡാൻസ് സന്ദർശകർക്കായി നടത്താറുള്ളത്. ഇവിടെ ഇപ്പൊ ചെറുതായിട്ട് മഴ തൂളുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് ഇന്ന് ട്രൈബൽ ഡാൻസ് നടത്തുന്നത്. ട്രൈബൽ ഡാൻസ് ആസ്വദിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലേക്കുള്ള യാത്ര തുടർന്നു. അപ്പോഴാണ് ദേ നിൽക്കുന്നു നമ്മുടെ വഴി തടഞ്ഞ് ഒരു ആനക്കൂട്ടം. ഈ ആനക്കൂട്ടത്തെ കാണുന്നതിന് മുമ്പ് നമ്മൾ വരുന്ന വഴിക്ക് ഒരു പുലി നമ്മുടെ വണ്ടിയെ ക്രോസ് ചെയ്ത് പോയായിരുന്നു. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു ഗ്യാപ്പ് ഒന്നും കിട്ടിയില്ല. ഒരുപാട് സമയം നമ്മൾ ഈ വഴിയിൽ കിടന്നിട്ടാണ് ആനക്കൂട്ടം നമുക്ക് പോകാനായി വഴി മാറി തന്നത്. അല്പം മുന്നോട്ട് ചെന്നപ്പം ദേ അടുത്ത ആനക്കൂട്ടം റോഡിന്റെ സൈഡിൽ നിൽപ്പുണ്ട്.
നമ്മൾ തിരിച്ചു വരുമ്പോൾ 8:30 രാത്രി ഇരു സൈഡിലും നിറച്ചു വന്യമൃഗങ്ങളായിരുന്നു. രാവിലെ 7 മണി മുതൽ 8 വരെയാണ് ട്രക്കിംഗ് ഉള്ളത്. ഉണക്കിയിട്ട് 10 ദിവസം അങ്ങനെ ഉണക്കി കഴിഞ്ഞാൽ അത് തന്നെ ഉള്ളിൽ മറ്റേ പരിപ്പുകൾ മാത്രം പിന്നെ ഉണക്കിയിട്ട് മറ്റേ ഇല്ല പറയുക ഇടിക്കുന്നില്ല പിന്നെ ഇടിക്കണം. പിന്നെ ഉണക്കിയിട്ട് ഒരു ചാക്കിലിട്ട് വെള്ളത്തിലിടും. അപ്പം അതിൻ്റെ കാട്ടൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ എടുത്തിട്ട് പിന്നെ രണ്ടാമത് ഉണക്കിയിട്ട് പിന്നെ ഉരലിട്ട് ഇടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടി കിട്ടും. പിന്നെ ദോശ പുട്ട് പച്ച നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മരുന്ന് പുല്ലമരുന്ന് അയാൾ മറ്റേ അരയാതെന്ന് പറയുന്ന മരം വേറെ മരം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വളരൂ. സാധാരണയിലും വ്യത്യസ്തമായി ഈ പറമ്പിക്കുളം ട്രിപ്പ് അടിപൊളി ഒരു അനുഭവം തന്നെയായിരുന്നു. ഫുൾ ടൈം നമ്മൾ എൻഗേജ്ഡ് ആയിരുന്നു. കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു യാത്രാ അനുഭവമായിരുന്നു ഇത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ പറമ്പിക്കുളം.